ഇറാനെ ഡയറക്റ്റായി ഇതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭ വലിയ തോതിൽ ആശങ്ക രേഖപ്പെടുത്തുന്നു. ഇതൊരു കോൺഫ്ലിക്റ്റിലേക്ക് പോകരുത് എന്നാവശ്യപ്പെടുന്നു. അഗ്രഷനാണ് എന്ന് നേരത്തെ പറഞ്ഞ പോലെ പറയുന്ന രാജ്യങ്ങളൊക്കെ തന്നെയും ഒരു കരുതലോടുകൂടി ഇതിനകത്തേക്ക് ഇടപെടുന്നു. സ്വാഭാവികമായിട്ടും വരാൻ പോകുന്നൊരു ഇമ്മീഡിയറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ ഗസയ്ക്ക് മേലുള്ള ഇസ്രായേലിൻ്റെ ഈ നരമേധം, ഈ അധിനിവേശം, ഈ വംശഹത്യാശ്രമം അത് ഉടനടി അവസാനിപ്പിച്ചുകൊണ്ടൊരു ടെൻഷൻ കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു ആവശ്യത്തിലേക്ക് ലോകമൊന്നാകെ ഒരുപക്ഷെ നീങ്ങാനുള്ളൊരു സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ആ ദിശയിലേക്കാണ് പോകുന്നത്. ഇനിയും ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇസ്രായേലിൽ പൂർണ്ണമായും ഒറ്റപ്പെടും. ഇസ്രായേൽ ഒറ്റപ്പെടുന്നത് മാത്രമല്ല, റഫേലേക്ക് നടത്തുന്ന ഒരു സൈനിക നടപടി അത് ആയിരക്കണക്കിന് മനുഷ്യർ, ഈ ടെൻറ്റിൽ താമസിക്കുന്ന മനുഷ്യരാണ് അവിടെയുള്ളത്. അവിടേക്ക് ഒരു കരസൈന്യം ടാങ്കുകളും കവചിത വാഹനങ്ങളുമായിട്ട് ഒരു സൈന്യം അങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തം നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പം അത് ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെ കരുതാം. അമേരിക്കയാണല്ലോ ഇതിൽ തീരുമാനമെടുക്കുന്ന ശക്തി. അത് അത്തരമൊരു ഡിസിഷൻ എടുക്കാൻ ഇന്നത്തെ നിലയ്ക്ക് തെരഞ്ഞെടുപ്പിൻ്റെ വർഷമാണ്. പക്ഷെ അത് പറയുമ്പോഴേ സാധിക്കില്ല. ഭക്ഷണം വിതരണം ചെയ്യാൻ വരുന്ന ആളുകൾ, അതായത് ഈ ടെൻറ്റിലൊക്കെ താമസിക്കുന്ന, അല്ലെങ്കിൽ വീടും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായിട്ട് തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട മനുഷ്യർക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ വരുന്ന ആളുകൾ, ഹോസ്പിറ്റലുകൾ, ഇതൊന്നും ആക്രമിക്കാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല ഇസ്രായേൽ സൈന്യം. അന്നൊന്നും ഒരു പ്രശ്നവും അല്ലെങ്കിൽ ഒരു സമ്മർദ്ദവും ഇസ്രായേലിന് മേൽ ചെലുത്താൻ ഈ രാജ്യങ്ങളൊന്നും തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇറാൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ്, ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായി എന്നുള്ളതുകൊണ്ട് മാത്രം ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ ഇവർ തയ്യാറാകും. യഥാർത്ഥത്തിൽ സ്ഥിതിഗതികൾ മാറി വരികയാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇതുവരെ നടത്തിയിട്ടുള്ള ആക്രമണത്തിന് സമ്പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചെടുത്തുനിന്നാണ് സ്ഥിതിഗതികൾ മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ഈ വിഷയത്തെ കാണേണ്ടത്. അപ്പം ഈ ഗസ ഞങ്ങൾ മരുഭൂമിയാക്കും, അവിടെ മുഴുവൻ ചാരവാക്കുമെന്നൊക്കെ ഇസ്രായേൽ പറഞ്ഞപ്പോൾ യെസ്, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ എന്നുള്ള മൗനാനുവാദം കൊടുത്ത രാജ്യങ്ങൾ ഇന്ന് ആ നിലപാടിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഞാനതിനെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യം. അതോടൊപ്പം ഇപ്പോൾ റഷ്യ ഈ ഇറാൻ അറ്റാക്ക് ചെയ്ത ഉടനെ തന്നെ ഇപ്പം ആഗോള അഭിപ്രായം ഇസ്രായേലിന് അനുകൂലമായിട്ട് രൂപപ്പെടുത്താനുള്ള ഇപ്പോൾ G7 രാജ്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇറ്റലി, ഇപ്പോൾ അധ്യക്ഷ പദവി ഇറ്റലിയുടെ മെലോണി തീവ്ര വലതുപക്ഷ നിലപാടെടുക്കുന്ന ഒരു പ്രധാനമന്ത്രി ആണ്, അവിടെ പ്രസിഡൻ്റാണ് അല്ലേ, പ്രസിഡൻ്റാണ് അവിടെയുള്ളത്. അവർ ഉടനെ തന്നെ G7 ഗ്രേറ്റ് 7 കൺട്രീസിൻ്റെ യോഗം ചേരുകയും അതിനെ അപലപിക്കുകയും ചെയ്തു. ചൈനയും പക്ഷേ ഇറാന് കൊടുത്തിട്ടുള്ള ഉപദേശം നിങ്ങൾ സംയമനം പാലിക്കണം, ഇനി പ്രകോപനം ഉണ്ടാക്കരുതെന്നാണ്. റഷ്യയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇനി കൂടുതൽ എസ്കലേഷനിലേക്ക് പോകരുത് എന്ന നിർദ്ദേശം ഇസ്രായേലിനും ഇറാനും കൊടുക്കുന്നു. അതേസമയം കൂടുതൽ ഉപരോധം ഇറാന് മേലെ ചുമത്തണം എന്നുള്ളൊക്കെയുള്ള ആവശ്യങ്ങളാണ് ഈ പാശ്ചാത്യ ലോകത്തു നിന്ന് വരുന്നത്. അത് ഓൾറെഡി ഉപരോധത്തിൻ്റെ പരമാവധി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമില്ല. അപ്പോൾ വേറൊരു അർത്ഥത്തിൽ 185 ഡ്രോണുകൾ, 146 ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടു. അതൊന്നും അത്ര വലിയ സാങ്കേതിക തികവ് ഉണ്ടായിരുന്നതൊന്നുമല്ല. അതെല്ലാം മുൻകൂട്ടി പറഞ്ഞിട്ട് തന്നെയാണ് അവർ അറ്റാക്ക് ചെയ്തത്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാനുള്ള ശേഷിയുണ്ട്, ഞങ്ങളോട് ചെയ്തതിന് ഞങ്ങൾ ആക്രമിക്കുകയാണ്. അത് വളരെ മാന്യമായൊരു നിലപാടാണ്. കാരണം ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഇസ്രായേലി സ്പാർട്ട, ഒരു വൻശക്തി രാഷ്ട്രം ഇങ്ങനെ നിരന്തരമായി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാ അക്രമങ്ങളെയും അതുപോലെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ സാധ്യമായ ശക്തി വെച്ച് ഞങ്ങൾ തിരിച്ചടിക്കുമെന്നുള്ള മെസ്സേജിന് ഒരു വലിയ വാല്യൂ ഉണ്ടെന്ന് ഞാൻ കരുതുന്നത്. അവരുടെ പല ഡ്രോണുകളും ഇപ്പോൾ കറണ്ട് കമ്പിയിലൊക്കെ തൂങ്ങിക്കിടപ്പുണ്ട്, അതൊക്കെ ശരി. പക്ഷേ അതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അങ്ങനെ നേരിട്ട് ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറായി എന്നത് അതൊരു സൈക്കോളജിക്കൽ വാർഫെയർ തന്നെയാണ്. അത് ചെയ്തില്ല എങ്കിൽ ഒരു പക്ഷേ ഫലസ്തീൻ പ്രതിരോധത്തിൻ്റെ ആത്മവിശ്വാസം പൂർണ്ണമായി ചോർന്നു പോകുമായിരുന്നു. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ഹമാസ് അടക്കമുള്ള സംഘങ്ങൾക്ക് പോരാടാനുള്ള മാനസികമായ മുറയിൽ കൂടുതൽ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അതിപ്പം ഖാൻ യൂനിസ് മേഖലയിലും നോർത്തേൺ ഗസയിലുമൊക്കെ ഈ ഹമാസ് പോരാളികളെ പൂർണ്ണമായി തുടച്ചു നീക്കി എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവിടെ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചുകൊണ്ട് അവർ പ്രതികരണം ഉണ്ടാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇസ്രായേൽ പറയുന്നത് പോലെ വലിയ സൈനിക നേട്ടങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നതിൽ കഥയില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത്.
അതേസമയം ഈ നഷ്ടപ്പെട്ട ജീവനുകളൊക്കെ സിവിലിയന്മാരാണല്ലോ. സാധാരണ മനുഷ്യർ, കുട്ടികൾ, സ്ത്രീകൾ, നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വിധമുള്ള ദുരിതത്തിലകപ്പെട്ടു. സിവിലിയൻ ഡെത്ത് അതാണല്ലോ വലിയ കൺസേണായി മാറുന്നത് ലോകത്തിൻ്റെ. അപ്പം ഇസ്രായേൽ ഇതിനു മുമ്പും ഇത്തരം കാര്യങ്ങൾ റേച്ചൽ കോറിനെ നേരെ ടാങ്കിൽ അരച്ചു കൊന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ ഇതിനു മുമ്പും ഇത് ചെയ്തിട്ടുണ്ട്, ഇനിയും അവർ അതൊക്കെ ചെയ്യുകയും ചെയ്യും, അതിലൊന്നും തർക്കമില്ല. പക്ഷേ അതും ഒരു ഓൾ ഔട്ട് വാറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ഗസയിലേക്ക് നേരിട്ട് കരയുദ്ധം അവിടുന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അങ്ങോട്ട് കയറുക എന്ന് പറയുന്നത് അത് ചെറിയ ഇമ്പാക്റ്റ് അല്ല ഉണ്ടാക്കുക. അപ്പോൾ അത് തടയണം എന്നുള്ളത് ലോകത്തിൻ്റെ ആവശ്യമായി മാറി എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുകയാണ്. ഇതിപ്പോൾ അവസാനമായിട്ടൊരു കാര്യം കൂടി ചോദിച്ചു, ഇറാൻ്റെ ഒരു സ്റ്റാറ്റസ് ഈ ഒരൊറ്റ പ്രത്യാക്രമണത്തിലൂടെ, അതിന് പ്രത്യാക്രമണം എന്ന് തന്നെ നമ്മൾ പറയണമല്ലോ, ആ പ്രത്യാക്രമണത്തിൽ ഇറാൻ്റെ ഒരു സ്റ്റാറ്റസ് ഏത് നിലയിലാണ് ഈ മേഖലയിൽ മാറാൻ പോകുന്നു? നിലവിൽ തന്നെ തന്ത്രപ്രധാന ശക്തിയാണ്. ഇസ്രായേലുമായി താരതമ്യം ചെയ്താൽ കണക്കുകളിൽ ഒരുപക്ഷെ ഇസ്രായേലിനേക്കാൾ വലിയ സൈനിക ശക്തിയാണ് ഇറാൻ. മറ്റ് അറബ് രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്താലും സൈനിക ശക്തി കൂടുതലുള്ള രാജ്യം തന്നെയാണ് ഇറാൻ. അതിനപ്പുറത്തേക്ക് ഇറാൻ്റെ ഒരു സ്റ്റാറ്റസ് എങ്ങനെയാണ് ഈ ഒരു പ്രത്യാക്രമണത്തിലൂടെ മാറാൻ പോകുന്നത്? ഇതൊരു സിംബോളിക് ആക്റ്റായിട്ടാണ് ഞാൻ കാണുന്നത്. ഇറാൻ്റെ തിരിച്ചടി ഒരു സിംബോളിക് ആക്റ്റാണ്. അത് ഒരു മൊറൈൽ ബൂസ്റ്ററാണ്. ആ അർത്ഥത്തിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇസ്രായേൽ ഒരു രാജ്യമല്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഷിയ സഖ്യത്തെ അത് നയിക്കുന്നുണ്ട്. മറ്റൊന്ന്, ആ മേഖലയിൽ തന്നെയുള്ള റാഡിക്കൽ സുന്നി വിഭാഗങ്ങളുടെ പിന്തുണയും ആർക്കുണ്ട്? ഇറാനുണ്ട്. അപ്പോൾ ഒരേ സമയം സുന്നികളിലൊരു വിഭാഗത്തിൻ്റെയും ഷിയാക്കളിൽ ഒട്ടുമിക്ക വിഭാഗത്തിൻ്റെയും പിന്തുണ ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ. ആ നിലയ്ക്കുള്ള അതിൻ്റെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെട്ടു എന്നുള്ളതാണ് ഈ ആക്രമണം മൂലം ഇറാനുണ്ടായിട്ടുള്ള ഘടകം. മറ്റൊന്ന്, ഇന്ത്യ, ചൈന, റഷ്യ അടങ്ങുന്ന രാജ്യങ്ങൾ ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട്, അവർ ഒരു മധ്യ നിലപാടെടുത്തു എന്നുള്ളതാണ്. അത് ഉടനെ തന്നെ ഇസ്രായേലിനെ ആക്രമിച്ച ഉടനെ തന്നെ ഇറാനെ അപലപിക്കുക, ഇറാൻ ഉടനെ തന്നെ അക്രമം അവസാനിപ്പിക്കുക എന്ന് പറയുക, ഇങ്ങനെയൊരു നിലപാടല്ല ഈ രാജ്യങ്ങളെടുത്തത്. ഇപ്പോൾ പാശ്ചാത്യ ബ്ലോക്കും അമേരിക്ക പോലും ഒരു സോബർ പൊസിഷനാണ് എടുത്തത്. അപ്പോൾ അമേരിക്ക അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ മേഖലയിലെ മേജർ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് റഷ്യ, ചൈന, ഇന്ത്യയാണ്. ഈ മൂന്ന് രാജ്യങ്ങളും ഇറാൻ ആക്രമണത്തെ അപലപിക്കുക, ഇറാൻ ആക്രമിച്ച സിറിയയിൽ ഇറാനെതിരായിട്ട് നിലപാടെടുക്കുക, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ മേഖലയിൽ ഇറാൻ്റെ പൊളിറ്റിക്കൽ ക്ലൗട്ട് അത് വളരെ സ്റ്റേബിളായി ഇപ്പോൾ നിലനിൽക്കുന്നു. അത് അല്പം കൂടി ശക്തിപ്പെടുത്താനും അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനർത്ഥം ഇപ്പം ഇസ്രായേലിൻ്റെ സൈനിക ശേഷിക്ക് കുറവുണ്ടായിരുന്നോ, അല്ലെങ്കിൽ അമേരിക്ക പിൻവലിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഒന്നുമല്ല. അതേസമയം നിലവിലുള്ള ഏകപക്ഷീയമായ ഒരു മേൽക്കൈയുടെ സ്ഥാനത്ത് ഒരു പ്രതിരോധത്തിൻ്റെ സാധ്യത പശ്ചിമേഷ്യയിൽ തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇറാൻ്റെ ഈ അറ്റാക്ക് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. റൈറ്റ്. ഗസയിൽ തുടരുന്ന വംശഹത്യാശ്രമത്തിന് ഒരു പരിധിവരെ തടയിടാൻ ഒരുപക്ഷെ ഇറാൻ്റെ ഈ പ്രത്യാക്രമണത്തിന് സാധിച്ചേക്കും. അവിടേക്ക് ഗസയ്ക്കുമേലുള്ള നരമേധം അവസാനിപ്പിക്കുക എന്ന ആവശ്യത്തിന് കൂടുതൽ ഊർജം പകരാൻ പാകത്തിലേക്ക്, അല്ലെങ്കിൽ ആ ആവശ്യത്തോട് ചേർന്ന് നിൽക്കാൻ പാകത്തിലേക്ക് മറ്റ് രാജ്യങ്ങളെ പ്രേരിപ്പിക്കാൻ, ഇത് വലിയൊരു സംഘർഷമായി വലുതാകാൻ ഇടയുണ്ട് എന്ന തോന്നൽ ജനിപ്പിക്കാൻ ഒക്കെ ഇറാൻ്റെ നടപടിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അധികം വൈകാതെ ഒരു വെടിനിർത്തലിലേക്ക് ഗസ വന്നേക്കാം എന്ന പ്രതീതിയും സൃഷ്ടിക്കുന്നുണ്ട്. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.